പകുതി വില തട്ടിപ്പിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് 15 കേസുകൾ. 800 പരാതികൾ ലഭിച്ചെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന. പ്രതികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. വ്യക്തികളും NGOകളും പരാതി നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ ബാങ്ക് രേഖകളിൽ CSR ഫണ്ട് എത്തിയിട്ടില്ലെന്നും റൂറൽ SP അറിയിച്ചു. സംസ്ഥാനത്താകെ നടന്ന കേസുകളിൽ എറണാകുളം റൂറലിൽ മാത്രം 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR ഫണ്ടുകൾ എത്തിയിട്ടില്ലെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായും ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. ഏകദേശം അറൌണ്ട് 200 ആൾക്കാരുടെ പരാതി 15 FIR വേറെ FIR വേറെ ആൾക്കാരുടെ പേരുണ്ട്. ചില ആൾക്കാർ ഇത് ഈ മീഡിയേറ്റർ ആയിട്ടുള്ള NGOമാരുടെ ആംഗങ്ങളിലാണ്. പക്ഷേ ഡയറക്ട് മെയിൻ പ്രതി അനന്തകൃഷ്ണൻ തന്നെയാണ് ഈ എല്ലാ FIR. മൂവാറ്റുപുഴയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റി വഴി ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് 1222 പേരിൽ നിന്ന് 60,000 രൂപ വീതം 7,33,20,000 രൂപയും 51 പേരിൽ നിന്ന് പകുതി വിലക്ക് ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് 30,000 രൂപ വീതം 15,30,000 രൂപയും തട്ടിയെടുത്തിരുന്നു. പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2000-ഓളം പേരിൽ നിന്ന് 10 കോടിയിലധികം രൂപ തട്ടിയതായും പറവൂരിൽ പരാതിയുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്ക് പണമടച്ചവരുമുണ്ട്. എറണാകുളത്ത് പരാതികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും പല FIRകളും ഒരുമിച്ച് ഒരു കേസായാണ് പരിഗണിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നതോടെ കേസുകളെല്ലാം ഒരു അന്വേഷണ സംഘത്തിന് കീഴിൽ വരും. അനന്തകുമാറിനെ വിശ്വസിച്ച് സീഡ് സൊസൈറ്റി പ്രൊമോട്ടർമാരും കേസുകളിൽ ഉൾപ്പെടുകയാണ്. ജനം, കൊച്ചി.